ലോക്സഭാ തിരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്ത CPM സംസ്ഥാന നേതൃത്വം തോൽവി സംബന്ധമായ പാർട്ടി നിലപാട് ഇപ്പോൾ പരസ്യമായി തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാലും നേട്ടമുണ്ടാക്കിയാലും ഇത് സംബന്ധമായി കൃത്യമായ വിശദീകരണം നടത്തി താഴെത്തട്ടിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒറ്റ വിഭാഗമേ രാജ്യത്തുള്ളൂ. അത് CPM ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ്. ഈ നിലപാടിനെ അഭിനന്ദിക്കുമ്പോൾ തന്നെ CPM നേതൃത്വത്തിനെ പറ്റിയ പിഴവുകളും തുറന്നു പറയാതിരിക്കാൻ കഴിയുന്നില്ല. ദീർഘവീക്ഷണം എന്ന ഒന്ന് നിലവിലെ CPM നേതൃത്വത്തിനുണ്ടായിരുന്നു എങ്കിൽ ഇപ്പോൾ നേരിട്ട തിരിച്ചടി ഒഴിവാക്കാമായിരുന്നു എന്നത് MV ഗോവിന്ദന്റെ വിശദീകരണം പരിശോധിച്ചാൽ സാമാന്യ ബോധമുള്ള ആർക്കും തന്നെ മനസ്സിലാകും. അതെന്തായാലും ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ കഴിയുകയില്ല. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മനോഭാവം മനസ്സിലാക്കുന്നതിൽ വീഴ്ച പറ്റിയെന്ന് പറയുന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ആർക്കാണ് എന്നതും അക്കാര്യത്തിൽ എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത് എന്നതും വ്യക്തമാക്കേണ്ടതുണ്ട്. തോമസ് ഐസക് പറഞ്ഞതുപോലെ CPM എന്നത് പാർട്ടിക്കാരുടെ മാത്രം പാർട്ടിയല്ല, ജനങ്ങളുടെ പാർട്ടിയാണ്. അങ്ങനെയുള്ള ഒരു പാർട്ടിക്ക് ജനങ്ങളുടെ മനോഭാവം മനസ്സിലാക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ സംഘടനാപരമായ ഗുരുതര വീഴ്ച തന്നെയാണത്. ഇക്കാര്യത്തിൽ CPM സംസ്ഥാന നേതൃത്വത്തിനും ഗുരുതര വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഈ വീഴ്ചയ്ക്ക് ചികിത്സ നൽകാതെ സ്വയം വിമർശനം മാത്രം നടത്തിയത് കൊണ്ട് ഒരു കാര്യവുമില്ല. MV ഗോവിന്ദൻ തോൽവിക്ക് പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്ന കാരണങ്ങൾ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഏതൊരു CPM അനുഭാവിക്കും ബോധ്യമുള്ള കാര്യമാണ് എന്നതും ഓർക്കേണ്ടതാണ്. ദേശീയ തലത്തിൽ ഇടതുപക്ഷം സർക്കാർ ഉണ്ടാക്കില്ല എന്ന തോന്നലാണ് മുസ്ലിം രാഷ്ട്രീയം വേണമെന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമി അടക്കം UDF-നൊപ്പം മുന്നണി പോലെ ഇടതുപക്ഷത്തിനെതിരെ പ്രവർത്തിച്ചത് മൂലമാണ് തിരിച്ചടിക്ക് പ്രധാന കാരണമായി CPM സംസ്ഥാന സെക്രട്ടറി ചൂണ്ടിക്കാട്ടുന്നത്. ഇത്തരം നീക്കങ്ങളെ തിരഞ്ഞെടുപ്പിന് മുൻപ് മനസ്സിലാക്കി പ്രതിരോധിക്കാൻ CPM-ലെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്തായാലും വിശ്വസിക്കാൻ പ്രയാസമാണ്. CPM അണികൾക്കും അനുഭാവികൾക്കും ഇക്കാര്യത്തിൽ കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു എന്നതും ഉറപ്പാണ്. എന്നാൽ കാര്യങ്ങൾ കൈവിട്ടു പോയത് അവരുടെ മാത്രം വീഴ്ച കൊണ്ടായിരുന്നില്ല. CPM-ന്റെ സംഘടനാ രീതി വെച്ച് നോക്കുമ്പോൾ അങ്ങനെ കരുതാനും കഴിയുകയില്ല. ഇവിടെ നേതൃത്വത്തിനാണ് ഗുരുതര വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. മേൽപ്പറഞ്ഞ കാരണങ്ങൾ ചില മണ്ഡലങ്ങളിൽ പരാജയത്തിന് കാരണമായിട്ടുണ്ടെങ്കിലും ഒരിക്കലും അതൊരു പ്രധാന കാരണമായി വിലയിരുത്താൻ കഴിയുകയില്ല. സംസ്ഥാന സർക്കാരിന്റെ ഭരണത്തോട് മുതൽ പാർട്ടി നേതൃത്വത്തിന്റെ പ്രതികരണങ്ങളിൽ വരെയുള്ള ജനങ്ങളുടെ എതിർപ്പാണ് പ്രധാനമായും ഇടതുപക്ഷത്തിനെതിരെ വോട്ടായി മാറിയിരിക്കുന്നത്. പ്രീണന രാഷ്ട്രീയത്തിനെതിരെയുള്ള പ്രതിഷേധവും പല മണ്ഡലങ്ങളിലും പ്രകടമായിട്ടുണ്ട്. അതേസമയം SNDP അടക്കമുള്ള ജാതി സംഘടനകൾ സംഘപരിവാറിന് കീഴ്പ്പെട്ടതും ഇടതുപക്ഷത്തിന്റെ തോൽവിക്ക് കാരണമായെന്ന MV ഗോവിന്ദന്റെ വാദം ശരിയല്ല, യുക്തിക്ക് നിരക്കാത്ത വാദമാണിത്. ഈഴവ വിഭാഗത്തിലെ ബഹുഭൂരിപക്ഷവും ഒരിക്കലും വെള്ളാപ്പള്ളി കുടുംബത്തിന്റെ താല്പര്യത്തിന് കീഴ്പ്പെട്ട് നിന്നിട്ടില്ല, ഇനിയൊട്ട് നിൽക്കാനും പോകുന്നില്ല. BDJS എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് RSS-ന്റെയും BJP-യുടെയും പിന്തുണയോടെ വെള്ളാപ്പള്ളിയും മകനും ഒരുമിച്ച് പ്രചരണം നടത്തിയ കാലത്ത് പോലും ഇടതുപക്ഷത്തിന് ഒരു പോറൽ പോലും സംഭവിച്ചിട്ടുമില്ല. പല്ലിന് മൂർച്ച ഉണ്ടായിരുന്നപ്പോൾ പോലും വെള്ളാപ്പള്ളി കുടുംബത്തിന് കഴിയാത്തത് പല്ല് കൊഴിഞ്ഞ അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഉണ്ടാകില്ല എന്നതും രാഷ്ട്രീയ കേരളത്തിന് നന്നായി അറിയാം. വെള്ളാപ്പള്ളി നടേശന്റെ മകനും BDJS അധ്യക്ഷനുമായ തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്ത് മത്സരിച്ചപ്പോൾ കിട്ടിയ വോട്ട് എത്രയെന്ന് നോക്കിയാൽ തന്നെ അവരുടെ ശക്തി എത്രമാത്രമാണ് എന്നത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. 2019-ൽ നിന്ന് ചെറിയ വോട്ട് വർധനവ് മാത്രമാണ് NDA മുന്നണി A ക്ലാസ് മണ്ഡലമായി കണ്ട് ടാർഗറ്റ് ചെയ്ത കോട്ടയത്ത് തുഷാർ വെള്ളാപ്പള്ളിക്ക് ലഭിച്ചത്. വൈക്കം, ഏറ്റുമാനൂർ തുടങ്ങിയ ഈഴവ ശക്തി കേന്ദ്രങ്ങളിൽ പോലും വൻ തിരിച്ചടിയാണ് തുഷാർ വെള്ളാപ്പള്ളിക്ക് നേരിടേണ്ടി വന്നത്. അതേസമയം BJP സ്ഥാനാർത്ഥികൾ മത്സരിച്ച മിക്കയിടത്തും വലിയ രൂപത്തിലാണ് വോട്ട് വർധനവ് ഉണ്ടായിരിക്കുന്നത്. യഥാർത്ഥത്തിൽ SNDP-യും BDJS-ഉം അല്ല ഇടതുപക്ഷത്തിനെതിരെ മാധ്യമങ്ങളും പ്രതിപക്ഷവും അഴിച്ചുവിട്ട പ്രചരണങ്ങൾ തന്നെയാണ് BJP-യും തുണച്ചിരിക്കുന്നത്.